ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കോൺഷ്യസ് കെമിസ്ട്രിൻ്റെ ടോണർ കേട്ടോ. ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ എം ഫീലിംഗ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് സ്റ്റിക്കി ഈ ടോണർ കേട്ടോ. അപ്പോൾ അത് കണ്ട് ഞാൻ കുറച്ച് കയ്യിൽ എടുത്തിട്ട് ഞാനൊന്ന് ടാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫേസിൽ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു എമൗണ്ട് സ്പ്രേ ചെയ്യും, അപ്പോഴാണ് സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡിലെടുത്തിട്ട് ഞാനൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ ദിസ് ഇസ് ഫോർ ഓയിലി സ്കിൻ. ഓക്കെ, അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണെന്ന് കേട്ടോ. അപ്പം നമ്മൾ മേക്കപ്പിന് മുന്നേ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഇടുന്നുണ്ട്, പക്ഷേ ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നു പോയി. വന്നപ്പം ഗൈസ് കരിഞ്ഞുണങ്ങിയാണ് വന്നത്, ടാനൊക്കെ ആയിട്ട് കരിഞ്ഞുണങ്ങി. നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ മാഴ്സിൻ്റെ കൺസീലർ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ആക്നെ മാർക്സ് ഒക്കെ ഉണ്ട്, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ദ ഷെയ്ഡ് ലക്കി ചാം 07 ആട്ടോ. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ആക്നെ മാർക്സൊക്കെ നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടോ. അതിനുശേഷം ഞാൻ ഐബ്രോ പെൻസിൽ, ഈ ഐബ്രോ പെൻസിൽ മാഴ്സിൻ്റെയാണ്, പക്ഷേ അതിൻ്റെ റൈറ്റിങ്സ് ഒക്കെ പോയി കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ജെൽ ടൈപ്പാണ്. ഓയിലി സ്കിന്നുകാർക്ക് ഓക്കെ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഡ്രൈ സ്കിന്നായിട്ടിരിക്കുന്നവർക്ക് ഐബ്രോ എഴുതാൻ അത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രൗൺ ആയി എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഐബ്രോസ് നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ബ്ലാക്കിനെക്കാട്ടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഐബ്രോ പെൻസിൽ. അപ്പോൾ അതിനുശേഷം ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് NYBയുടെ ഒരു ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ രണ്ട് ഷെയ്ഡ് ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഷെയ്ഡ് മിക്സ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് പിങ്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പിങ്കിഷ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്കതൊരു പിങ്കിഷ് വേണ്ടാത്തതുകൊണ്ട് ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാനൊന്ന് അപ്ലൈ ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ജെൽ ഐലൈനർ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു സ്മോക്കി എഫക്റ്റ് ആണോ ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനൊരു ഐസാണ് മേക്ക് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആ ജെൽ ലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഈ NYBയുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഞാൻ ബ്ലാക്ക് ഐഷാഡോ എടുത്ത് ഒന്ന് നല്ലോണം സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി സ്മജ് ചെയ്ത് ഒരുമാതിരി ബ്ലാക്ക് ഐസായിട്ട് ഇരിക്കത്തുമില്ല, എന്നാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ കേട്ടോ. അങ്ങനെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജെൽ ഐലൈനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ പ്രോഡക്റ്റാണ്. സ്മജ് പ്രൂഫ് ഒന്നും അല്ല, എന്നാലും നമ്മൾ ഔട്ട്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞ് സ്മജ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കൊന്നും സ്മജ് ആവത്തില്ല കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ഐസിലങ്ങ് സ്റ്റിക്കി പോലെ ആകും. പിന്നെ ഐഷാഡോ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഐസ്? ക്ലമോ. അതിനുശേഷം ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, ഈ മാഴ്സിൻ്റെ മസ്കാര അടിപൊളിയാണ്. ബിക്കോസ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ലേ, അത് എടുത്തിട്ട് ബാക്കി ഞാൻ അവിടെ തുടച്ച് വെക്കുകയാണ്. എൻ്റെ കുഞ്ഞ് ഐസ് ആയതുകൊണ്ട് ഇത്രയും സാധനം വേണ്ട, അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഇത് യൂസ് ചെയ്യാറേ ഇല്ല. ഭയങ്കര പാടാണ് അത് യൂസ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ വലിയ വിങ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലതുപോലെ എഴുതാൻ പറ്റും. പക്ഷേ എനിക്കത് എന്തോ ഓക്കെ ആയിട്ട് തോന്നില്ല. പക്ഷേ പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഞാൻ എഴുതുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൻ്റെ അകത്തും അവിടെ ഇവിടെയൊക്കെ ആകും. പിന്നെ ഞാൻ അതും മായ്ച്ച് കളയും. അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ ഈ മാഴ്സിൻ്റെ മസ്കാര. പിന്നെ അവിടെ എല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഞാൻ പിന്നെ സെറ്റാക്കി. അപ്പം എന്തായാലും നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ള മെയിൻ കാര്യം. അതിനുശേഷം ഞാൻ പിക്സിയുടെ ബ്ലഷ് എടുക്കുന്നുണ്ട്. ഇതെനിക്ക് എൻ്റെ അമ്മായിയമ്മ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഗൈസ്. അങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുക്കും. നമ്മൾ നല്ല ചുമന്നിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിജോ കണ്ടാൽ പറയും, എന്താ പറയുക, നീ ചെള്ളലിട്ടേക്കുന്ന ആ സാധനം കുറച്ചങ്ങ് തുടച്ച് കളാന്ന് പറയും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് ഗൈസ് ഇടുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഈ ഒരു ബ്ലഷ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോ ചെയ്യും, അതേപോലെ തന്നെ നല്ല കളർ എഫക്റ്റും കിട്ടും. അടിപൊളിയാണ് ഈ ബ്ലഷ്. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്പ് ലൈനർ എടുത്ത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് എൻ്റെ പുതിയ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ജിജോയുടെ അടുത്ത് അടികൂടി മേടിച്ചെന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. ഇൻസൈറ്റിൻ്റെ 4 ഇൻ ദ ഷെയ്ഡ് 4 ബാലി എന്നാട്ടോ, അതാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അതിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം എനിക്ക് ഇട്ടപ്പം ഓക്കെ തോന്നി, പിന്നെ അതിന് ശേഷം ഇട്ട് കൊടുത്തപ്പം സൈഡിലൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്കെന്തോ മീൻസ് വലിച്ചെടുക്കുന്ന പോലെ ഒരു ഫീൽ.
തോന്നി. പക്ഷേ ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ഷെയ്ഡാട്ടോ. ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇൻസൈറ്റ് ബ്രാൻഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ച് ട്രൈ ചെയ്യുന്ന വിചാരിച്ചു. ഇൻ ദ ഷെയ്ഡ് 4 ബാലി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ. പിങ്ക് കളർ എന്ന് വെച്ചാൽ അടിപൊളി പിങ്ക് കളറാണ് ഗൈസ്. അപ്പം കുറച്ച് എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് സൈഡിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തോ വലിച്ചെടുക്കുന്ന പോലെ തോന്നി. പക്ഷേ ട്രാൻസ്ഫർ പ്രൂഫാണ്, അതേപോലെ തന്നെ സ്മച്ച് പ്രൂഫുമാണ്. അടിപൊളിയാണ് ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്യട്ടോ. അതിനുശേഷം ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ട് വെച്ച് കൊടുക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പൊട്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്. പുതിയ പൊട്ട, അതും പുതിയതാണ് ഗൈസ്, എൻ്റെ എല്ലാം പുതിയതാണ് ഗൈസ്. അങ്ങനെ അതും വെച്ച് കൊടുത്തു. മൂന്നാമത്തെ വട്ടം പാളിയില്ല, അങ്ങനെ പറയുന്നതില്ലേ ശരി, പാളിയില്ല. മൂന്നാമത്തെ വട്ടം വെച്ച് കൊടുത്തപ്പം സെറ്റായി. പിന്നെ എൻ്റെ ഇയറിങ്സ് എൻ്റെ നാത്തൂൻ്റെ നിന്ന് കടം ചോദിച്ച് വാങ്ങിയതാണ് ഗൈസ് ഞാൻ. അങ്ങനെ അതും ഇട്ട് കൊടുത്തു. ഈ കല്യാണത്തിന് വേണ്ടി മാത്രം ഞാൻ കടം ചോദിച്ച് വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് കേളി ഹെയറിനോട് ഭയങ്കര ആർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് ഞാൻ കേളി ഹെയറിനോട് ഭയങ്കര ഒരു വല്ലാത്ത ജാതിയായിട്ടുള്ളൊരു ഇതാണ് ഗൈസ് എനിക്ക്. അപ്പോൾ ഞാൻ കേളി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഫ്രണ്ട് പോർഷൻ എനിക്ക് കേളി ചെയ്യണമെന്നായിരുന്നു. പക്ഷേ കേളി ചെയ്ത് വന്നപ്പോൾ എവിടെയൊക്കെയോ കേളായി, കണ്ടില്ലേ? എനിക്ക് നല്ല രസമുണ്ട്. അയ്യോ എനിക്ക് വയ്യ, നല്ല രസമുണ്ട്. അപ്പം പക്ഷെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലൊന്നും കേളായില്ല, ബാക്കിലാണ് കേളായത്. ഇത് കണ്ടില്ലേ, ബാക്കിലൊക്കെ കേളായി കിടക്കുന്നു. ഞാൻ പിന്നെ ഫോണിൽ നോക്കി സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി മിററിൽ നോക്കി സെറ്റാക്കി വന്ന്. കണ്ടില്ലേ, ബാക്കിൽ മാത്രം കേളായി കിടക്കുന്നു. കണ്ടോ, ബാക്കിൽ മാത്രം കേളായി കിടക്കുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞാൻ തിരിച്ച് വന്ന് ലാസ്റ്റ് ഞാൻ ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.